കൊടുക്കാൻ ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങള് വാങ്ങിയ കടം ചോദിക്കാൻ വേണ്ടി മജൂസിയുടെ വീട്ടിലേക്ക് പോകുന്നു. മജൂസിയായ മനുഷ്യൻ മുസ്ലിം അല്ലല്ലോ, അയൽക്കാരനാണ്, എന്നാലും നല്ല സഹകരണത്തിലാണ്. അബൂ ഹനീഫ തങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ട്. ആ കടം ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകാണ്. ആ മജൂസിയുടെ വീട്ടുമുറ്റത്തെത്തിയപ്പോ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ ചെരുപ്പിന്റെ വാറിൽ ഒരു നജസ് വന്ന് വീണു. നമ്മളൊക്കെ സാധാരണ ചെരുപ്പിന് വല്ലതും വീണാൽ കാലൊന്നും ഇങ്ങനെ കൊടയും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാലൊന്ന് കൊടഞ്ഞു. ചെരുപ്പിന്റെ വാറിൽ വീണ നജസ് നേരെ തെറിച്ചു പോയി. വീണത് ആ മജൂസിയായ മനുഷ്യന്റെ ചുമരിലാണ്. അബൂ ഹനീഫ, ആ സമയത്ത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പരിഭ്രമിച്ചു പോയി. എന്താ പരിഭ്രമം എന്നറിയോ? ഞാൻ ആ നജസ് അദ്ദേഹത്തോട് പറയാതെ ഞാൻ അങ്ങ് നടന്നു നീങ്ങിയാൽ അയൽവാസിയുടെ ചുമരിന് നജസ് വരുത്തിയവനാകൂലേ? പറയാതെ ഞാൻ അങ്ങ് ചുരണ്ടിക്കളഞ്ഞാലോ ചുമര് ഞാൻ കേടുവരുത്തിയവനാകൂലേ? എന്തു ചെയ്യും എന്ന് ചിന്തിച്ച് മഹാനവർകൾക്ക് പരിഭ്രമം വന്നു. മജൂസിയായ മനുഷ്യൻ അബൂ ഹനീഫ തങ്ങളെ കണ്ടപ്പോ ഭാര്യനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, എന്നിൽ നിന്ന് കാശ് വാങ്ങാനാ വന്നത്, അവധിയൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ കൊടുക്കാൻ ഇപ്പൊ എന്റെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പൊ കയ്യിലൊന്നുമില്ലാതെ നീ ഒന്ന് പോയി പറയണം. ഡയറക്റ്റായി പറയാനൊരു മടിയാണല്ലോ, വാങ്ങാനൊക്കെ എല്ലാവരും ഉഷാറുണ്ടാവും, പക്ഷെ കൊടുക്കാനല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഭാര്യനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് പറയണം, ഇപ്പൊ തരാനില്ല, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാം. ആ പെണ്ണത് പോയി പറഞ്ഞപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടത്തിന്റെ വിഷയമല്ല, അതിനേക്കാളും വലിയൊരു വിഷയം പറയാണ്ടൊന്ന് വരാൻ പറയും. ഇപ്പൊ കടത്തിന്റെ വിഷയം പറയാനല്ല ഞാൻ വിളിക്കുന്നത്, ഇവിടെ വന്നപ്പോ വേറൊരു വിഷയം എനിക്ക് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്താനുണ്ട്, അതുകൊണ്ടൊന്ന് വരാൻ പറയുന്നു. അപ്പൊ അതെന്താ കേൾക്കാന്ന് കരുതിയിട്ട് മജൂസിയ മനുഷ്യൻ പുറത്തേക്ക് വന്നപ്പോ പറഞ്ഞു, നിങ്ങൾ എനിക്ക് മാപ്പാക്കണം, നിങ്ങൾ എനിക്ക് പുറത്തു തരണം ഒരു വിഷയം, ഞാനത് ഉണർത്താനായി ഇപ്പോൾ തീരുമാനിക്കുന്നത്. എനിക്ക് എന്റെ കടത്തെക്കാളും കൂടുതൽ, എനിക്ക് തരാനുള്ളതിനേക്കാളും കൂടുതൽ ഈ വിഷയത്തിലാണ് ഇപ്പോൾ എനിക്ക് വിഷമുള്ളത്. ഞാൻ നിങ്ങളെ വീട്ടുമുറ്റത്തെത്തിയപ്പോ എന്റെ ചെരുപ്പിന്റെ മുകളിൽ വാറിന്റെ ഭാഗത്ത് ഒരു ചെറിയ നജസ് വന്ന് വീണപ്പോ ഞാനതൊന്ന് തട്ടിയപ്പോ നേരെ നിങ്ങളെ ചുമരില്ലാതെ പോയി വീണത്. അതുകൊണ്ട് അത് നീക്കിയാൽ നിങ്ങളെ ചുമരിന് വല്ല കേടും വരുമെന്ന് കരുതിയിട്ട് എനിക്ക് വിഷമം തോന്നി. പറയാതെ പോയാ നജസാക്കി എന്ന നിലക്കൊരു വിഷമമില്ലേ, അതുകൊണ്ടത് മാപ്പാക്കണം, അത് നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. ബോധപൂർവം സംഭവിച്ചതാണോ? അല്ല. ആ ചുമരിൽ തന്നെ തെറിക്കട്ടെ എന്ന് കരുതിയിട്ട് തട്ടിയതുമല്ല, അത് പുറത്തെവിടെങ്കിലും പോയിക്കോട്ടെ, പക്ഷെ പോയി വീണത് അങ്ങോട്ടാ.